ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കുട്ടികളൊക്കെ കഴിക്കാൻ വാങ്ങുന്ന മിഠായില്ലേ അതിൻ്റെ ആ ഒരു ബോളാണ്. ഇത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോൺ ചെയിനാണ്. ഇത് 1 മീറ്റർ 30 റുപ്പീസാണ്. അപ്പോൾ നമുക്കിന്ന് 2 മീറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഫോർക്കോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് നന്നായിട്ട് ചൂടാക്കി അതിലൊരു ഹോള് നടുവിൽ തന്നെ ഇടണം. പിന്നെ ഇത് സ്റ്റോണാണ്, കുന്തൻ സ്റ്റോണാണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ വാങ്ങുന്നില്ല, ഡിസൈൻ ചെയ്യാൻ വാങ്ങുന്നില്ല, അതേ കുന്തൻ സ്റ്റോൺ തന്നെയാണ്. പെറ്റൽ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 20 റുപ്പീസ് ആവുന്നുള്ളൂ. എനിക്കൊരു 1.5 പാക്കറ്റ് ഇതിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും B7000 എന്ന് പറഞ്ഞ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്ലൂ 70 റുപ്പീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോപ്പിൽ 70 റുപ്പീസ്, വേറൊരു ഷോപ്പിൽ 40 റുപ്പീസ്, അങ്ങനെ ഓരോയിടത്തും ഓരോ റേറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. അത് നന്നായിട്ട് ഒട്ടിച്ച ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ആ ഒരു സ്റ്റോൺ ചെയിനായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റോൺ ചെയിൻ അല്ല, സ്റ്റോണാണ് സാധാരണ അവൈലബിൾ ആവുന്നത്. ഇതിപ്പോൾ പേളിൻ്റെതാണ്. അപ്പോൾ ഞാൻ ഈ പേളിൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ടെൻഷൻ്റെയോ ടൈമിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഡ്രൈ ആവാനുള്ള ആ ഒരു ടൈം അത് കൊടുത്തേ പറ്റൂ. അത് മാത്രമേ ഇതിനുള്ള ഒരു ടെൻഷൻ എന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ ഞാൻ വീണ്ടും കുന്തൻ സ്റ്റോൺസ് ഇതുപോലെ അതേ സെയിം കുന്തൻ സ്റ്റോൺസ് തന്നെയാണ് മുകളിലോട്ട് ഒന്നിട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജുംക്കയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്താണെന്നുള്ളത് ഇതുവരും പറഞ്ഞില്ലല്ലേ, സോറി. അപ്പോൾ ജിംക്കയുടെ മോൾ പോർഷനാണ്. ഇയർ റിങ്സിന് സ്റ്റഡാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്ലാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പെറ്റൽ ഷേപ്പിനുള്ള ആ ഒരു കുന്തൻ സ്റ്റോൺ തന്നെ ഇതുപോലെ 6 പെറ്റൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആനായിട്ട് അനുവദിക്കുക. പിന്നെ ഒരു ഐപ്പിന്നാണിത്. മുന്നേയുള്ള വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട് ഐപ്പിൻ എന്താണെന്നുള്ളത്. ഈ ഐപ്പിന് അതിൽ കൂടെ ഇടുമ്പോഴത്തേനും ആ ഹോള് വലുതായതുകൊണ്ട് തന്നെ ഐപ്പിന് പുറത്ത് വരും. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു പേളോ ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിനകത്തോടെ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം മുകൾ ഭാഗത്തൊരു കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ളൊരു പേളിട്ട് കൊടുക്കുകയാണ്. വൈറ്റാണിത്. എൻ്റെ കയ്യിൽ ആ ഒരു ക്രീം കളർ പേളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഇട്ട് കൊടുത്തത്. ക്രീം പറ്റുമെങ്കിൽ ആ ഒരു പേൾ ചെയിൻ ഉപയോഗിക്കുന്നില്ലേ, ആ ചെയിനിൻ്റെ അതേ കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം ബാക്കി വന്ന ആ ഒരു ഐപ്പിന് നമ്മളൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജുംക്കയുടെ ആ പോർഷൻ. അപ്പോഴത്തേക്കും നമുക്ക് അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നടുവിൽ കുറച്ച് പേൾ ചെയിൻ തന്നെ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുവിലൊരു പേൾ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വേണ്ട, പേൾ ചെയിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് 6 പേൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടുവിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ കത്രിക ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതിൻ്റെ കത്രിക കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഐപ്പിന് വീണ്ടും എടുത്തിട്ടുണ്ട്. മൊത്തം 4 ഐപ്പിൻസിൻ്റെ ആവശ്യമുണ്ട്. 2 ജുംക്കയ്ക്കും 2 ഇയറിങ്സിൻ്റെ സ്റ്റഡിലും ഒട്ടിക്കാനായിട്ട്. പിന്നെ പുറകുവശത്ത് ഈ ജുംക്ക കോർത്തിടാനായിട്ട് ഈ ഒരു ഐപ്പിന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഐപ്പിന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു യെല്ലോ കളർ പേപ്പർ, സാധാ പേപ്പർ ആയാലും മതി, യെല്ലോ അല്ല ഏത് കളറായാലും കുഴപ്പമില്ല, എങ്കിലും യെല്ലോ ആണ് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിനകത്തൂടി നമ്മൾ ആ ഇയറിങ്സിൻ്റെ സ്റ്റഡും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. അതിൻ്റെ വീഡിയോ എൻ്റെ ഇത് മിസ്സായെന്ന് തോന്നുന്നു, കാണുന്നില്ല. അപ്പോൾ അത് ഇയറിങ്സിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പേപ്പറൊക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നീട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ആ ഒരു ഐപ്പിൻസിൻ്റെ ആ ഹോളൊന്ന് ജസ്റ്റ് വലുതാക്കിയിട്ട് ഇതൊന്ന് ജുംക്ക ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.